എവ്രി വൺ. അപ്പോൾ ക്രിസ്മസ് എക്സാമിൻ്റെ ടൈം ടേബിളൊക്കെ നിങ്ങൾ കണ്ടു കാണും അല്ലേ. 15th എക്സാം സ്റ്റാർട്ട് ചെയ്യുന്നത് ആൻഡ് തന്നെ 18th അക്കൗണ്ടൻസി എക്സാം വരുന്നത്. ഓക്കെ, അപ്പം ഇനി നിങ്ങൾക്ക് നോക്കുകയാണെങ്കിൽ ഒരു 24-25 ഡേയ്സ് ഒക്കെയാണ് എക്സാമിന് പ്രിപ്പയർ ചെയ്യാൻ വേണ്ടിയിട്ടുള്ളൂ. 6 സബ്ജക്റ്റ് പഠിക്കാനുണ്ട്. ഇതിനകത്ത് ഒരു 80% അല്ലെങ്കിൽ ഒരു 90% പോർഷൻസും കവർ ചെയ്യാനുണ്ട് അല്ലേ. അപ്പം നിങ്ങൾ മാക്സിമം പഠിക്കാൻ പറ്റുന്ന പോർഷൻസ് ഒക്കെ കവർ ചെയ്യുക എന്നുള്ളതാണ്. കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ക്രിസ്മസ് എക്സാം നിങ്ങൾ കറക്റ്റായിട്ട് പഠിക്കുകയാണെങ്കിൽ പബ്ലിക് എക്സാമിന് അത്യാവശ്യം നിങ്ങൾക്ക് റിവൈസ് ചെയ്യാനുള്ള സമയമൊക്കെ കിട്ടും. ഓക്കെ, അതുപോലെ തന്നെ ക്രിസ്മസ് എക്സാമിന് നിങ്ങൾ നന്നായിട്ട് പഠിക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് ആ ഒരു ക്വസ്റ്റ്യൻ പേപ്പറൊക്കെ കാണുന്ന സമയത്ത് എവിടെയാണ് പ്രശ്നം വരുന്നത്, അല്ലെങ്കിൽ എന്താണ് നിങ്ങൾ ഈ ഒരു പ്രിപ്പറേഷൻ തന്നെ പബ്ലിക് എക്സാമിന് മതിയോ എന്നുള്ള കാര്യങ്ങളൊക്കെ മനസ്സിലാക്കാനായിട്ട് പറ്റും. ഓക്കെ, അപ്പം മാക്സിമം എല്ലാവരും എന്ത് ശ്രദ്ധിക്കുക, നിങ്ങളെ കംപ്ലീറ്റ് സിലബസ് കവർ ചെയ്യാനായിട്ട് ശ്രമിക്കുക. ഇനി നിങ്ങൾ അറിഞ്ഞിരിക്കേണ്ട മറ്റൊരു കാര്യം എന്ന് പറയുന്നതാണ് ഓരോ ചാപ്റ്റേഴ്സിനെയും വെയിറ്റേജ് ആണ്. ഓക്കെ, കമ്പ്യൂട്ടറൈസ്ഡ് അക്കൗണ്ടിങ് ആണെങ്കിൽ 60 മാർക്സിനും AFSകാരാണെങ്കിൽ 80 മാർക്സിനായിരിക്കും നിങ്ങളുടെ ടോട്ടൽ വരുന്നുണ്ടായിരിക്കാം. സോ ഇതിനകത്ത് നിങ്ങൾക്ക് 7 ചാപ്റ്റേഴ്സ് ആണ് പഠിക്കാനുള്ളത് അല്ലേ. മൊത്തം 9 ചാപ്റ്റേഴ്സ് ആണ് വരുന്നത്. ആൻഡ് തന്നെ ഇതിനകത്ത് 7 ചാപ്റ്റേഴ്സ് ആയിരിക്കും നിങ്ങളുടെ ക്രിസ്മസ് എക്സാമിന് വരുന്നുണ്ടായിരിക്കും. ഇനി പലർക്കും ഒരു കൺഫ്യൂഷനാണ്, മിസ് ടേം 1 പോർഷൻസ് ഈ ഒരു എക്സാമിന് ചോദിക്കും, എന്തായാലും ചോദിക്കും. ഓക്കെ, നമുക്ക് കംപ്ലീറ്റ്ലി 7 ചാപ്റ്റേഴ്സും കംപ്ലീറ്റ് ആയിട്ട് തന്നെ ക്രിസ്മസ് എക്സാമിന് നിങ്ങൾ പഠിക്കേണ്ടതായിട്ട് വരുന്നുണ്ട്. ഇനി ഇതിൻ്റെ ഒരു വെയിറ്റേജ് നോക്കുന്ന സമയത്ത് എന്താണ്, ഓൾമോസ്റ്റ് എല്ലാ ചാപ്റ്റേഴ്സിനെയും എന്താണ് ഈക്വൽ വെയിറ്റേജ് ആണ് വരുന്നത് അല്ലേ. കുറച്ച് കൂടുതൽ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള അല്ലെങ്കിൽ കൂടുതൽ വെയിറ്റേജ് ഉള്ള ചാപ്റ്റർ എന്ന് പറയുന്നത് റെക്കോർഡിംഗ് ഓഫ് ട്രാൻസാക്ഷൻ 2 എന്ന് പറയുന്നത് നിങ്ങളുടെ 4ാമത്തെ ചാപ്റ്ററാണ്. അത് ഒരിക്കലും എന്ത് ചെയ്യരുത്, മിസ് ചെയ്യരുത്. അത് കറക്റ്റായിട്ടാണ് അത് പഠിച്ചു വെക്കുക. ഇനി ഈ 6 മാർക്കിനെ ചോദിക്കുള്ളൂ അല്ലെങ്കിൽ 9 മാർക്കിനെ ചോദിക്കുന്നുള്ളൂ, അങ്ങനെയല്ല. ഇവിടെ നോക്കിക്കേ, മൊത്തം 7 ചാപ്റ്റേഴ്സിൻ്റെ ടോട്ടൽ വരുമ്പോൾ എന്തായാലും 60യോ 80യോ വരുന്നില്ല അല്ലേ. അതായത് മൊത്തം 9 ചാപ്റ്റേഴ്സ് ഉണ്ട്. അതിനകത്ത് 7 ചാപ്റ്റർ മാത്രമേ എക്സാമിനുള്ളൂ. അതുകൊണ്ട് തന്നെ ഓരോ ചാപ്റ്റേഴ്സിൽ നിന്നും ചോദിക്കുന്ന ക്വസ്റ്റ്യൻസിൻ്റെ മാർക്ക് എന്ന് പറയുന്നത് +3 അല്ലെങ്കിൽ +4 ഒക്കെ ആയിരിക്കും. ഓക്കെ, ചിലപ്പോൾ ഫസ്റ്റ് ചാപ്റ്ററിൽ നിന്ന് 8 മാർക്കിൻ്റെ ക്വസ്റ്റ്യൻസ് ആയിരിക്കാൻ ചോദിക്കുന്നുണ്ടായിരിക്കാം. ആൻഡ് ദെൻ റെക്കോർഡിംഗ് ഓഫ് ട്രാൻസാക്ഷൻ 2ലേക്ക് വരുമ്പോൾ എന്താണ് 13 മാർക്കിനോ അല്ലെങ്കിൽ 14 മാർക്കിനോ ചോദിക്കുന്നുണ്ടായിരിക്കാം. ഓക്കെ, അപ്പം എല്ലാവരും എന്ത് ചെയ്തേക്കാം, റെക്കോർഡിംഗ് ഓഫ് ട്രാൻസാക്ഷൻ 2 എന്ന് പറയുന്നത് നിങ്ങളുടെ 4th ചാപ്റ്റർ കറക്റ്റായിട്ട് പഠിക്കുക. അതുപോലെ തന്നെ ഇനി നമുക്ക് അധികം പ്രിപ്പയർ ചെയ്യാനുള്ള സമയമില്ല അല്ലേ. നമുക്ക് കുറേ കാര്യങ്ങൾ പഠിക്കാനുണ്ട്. അതുപോലെ തന്നെ അക്കൗണ്ടൻസി എന്ന് പറയുന്ന സബ്ജക്ട് നമുക്ക് തലേദിവസം വെച്ചിരുന്നു കഴിഞ്ഞാൽ ഒരിക്കലും കംപ്ലീറ്റ് ചെയ്യാൻ പറ്റാത്ത ഒരു സബ്ജക്റ്റാണ്. ഓക്കെ, അതുകൊണ്ട് തന്നെ നിങ്ങൾ ഇത് ചെയ്യുക, പ്രോപ്പറായിട്ട് ടൈം അലോക്കേറ്റ് ചെയ്ത ഒരു ടൈം ടേബിളൊക്കെ വെച്ചുകൊണ്ട് ഇനിയുള്ള ഡേയ്സ് പഠിക്കാനായിട്ട് ശ്രമിക്കാം. ഓക്കെ, ഇനി നിങ്ങൾക്ക് അതിന് എന്തെങ്കിലും ഹെൽപ്പൊക്കെ ആവശ്യമുണ്ടെങ്കിൽ നമ്മുടെ TRIPLI+1 കൊമേഴ്സ് ചാനലിൽ എല്ലാ ദിവസവും ലൈവ് കണ്ടക്ട് ചെയ്യുന്നുണ്ട്. ഫ്രീ ലൈവ് ക്ലാസ്സും അതുപോലെ തന്നെ നോട്ട്സും നിങ്ങൾക്ക് അവൈലബിൾ ആയിരിക്കും. ഇനി നിങ്ങൾക്ക് കുറച്ചും കൂടിയും ഇൻഡെപ്ത് ആയിട്ടുള്ള രീതിയിൽ കവർ ചെയ്യാനായിട്ട് ആഗ്രഹം ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് എന്ത് ചെയ്യാം, +1 വേദ ബാച്ചിൽ ജോയിൻ ചെയ്യാം. ഓക്കെ, അപ്പം എല്ലാവരും എന്ത് ചെയ്യുക, കറക്റ്റായിട്ട് തന്നെ അക്കൗണ്ടൻസിക്ക് വേണ്ടിയിട്ട് പ്രിപ്പയർ ചെയ്യാനായിട്ട് ശ്രമിക്കുക. ഇനി എങ്ങനെയൊക്കെയാണ് നിങ്ങൾക്ക് ആ ഒരു പ്രിപ്പറേഷൻ കൊണ്ടുപോകാൻ സാധിക്കുക എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഏറ്റവും ഫസ്റ്റ് നിങ്ങൾ ചെയ്യേണ്ട കാര്യം എന്താണ്, സിലബസ് മനസ്സിലാക്കി പഠിക്കുക എന്നുള്ളതാണ്. ഓക്കെ, അതുപോലെ തന്നെ പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻസ് ചെയ്യാം. ഇപ്പോൾ HSS ലൈവ് എന്ന് പറയുന്ന ഒരു സൈറ്റ് ഉണ്ട്. അതിനകത്ത് പോയി കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഇതാണ് ടേം 2 പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ പേപ്പേഴ്സ് ഒക്കെ ഡൗൺലോഡ് ചെയ്യാനായിട്ട് പറ്റും. ഓക്കെ, അപ്പോൾ നിങ്ങളത് ഡൗൺലോഡ് ചെയ്ത് അത് തന്നെ ഒന്ന് വർക്കൗട്ട് ചെയ്ത് നോക്കി നോക്കുക. പലർക്കും ഒരു കാര്യം പഠിക്കുന്ന സമയത്ത് ചിലപ്പം അത് അറിയായിരിക്കും, ഇപ്പം ഡയറക്റ്റ്ലി ആ ഒരു ക്വസ്റ്റ്യൻ വരുമ്പോൾ അറിയായിരിക്കും. പക്ഷേ ക്വസ്റ്റ്യൻ പേപ്പറിൽ കാണുന്ന സമയത്ത് എന്താണ്, ക്വസ്റ്റ്യൻ മനസ്സിലാകാത്തൊരു അവസ്ഥയൊക്കെ കണ്ടിട്ടുണ്ട്. സോ നിങ്ങൾ മാക്സിമം ക്വസ്റ്റ്യൻ പേപ്പേഴ്സ് ഒക്കെ എന്ത് ചെയ്യാനായിട്ട് ശ്രമിക്കുക, വർക്കൗട്ട് ചെയ്യാനായിട്ട് ശ്രമിക്കുക. ഓക്കെ, അപ്പം ഈ എക്സാം എല്ലാവരും സീരിയസ് ആയിട്ട് എടുക്കുക. പബ്ലിക് എക്സാം പോലെ തന്നെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു എക്സാമാണ് ക്രിസ്മസ് എക്സാമും. അപ്പം ഇത് സീരിയസ് ആയിട്ട് എടുത്തു കഴിഞ്ഞാൽ നിങ്ങൾക്ക് പബ്ലിക് എക്സാം നല്ല ഈസി ആയിട്ട് തന്നെ സ്കോർ ചെയ്യാനായിട്ട് പറ്റും. റിവൈസ് ചെയ്യാനുള്ള സമയം ഉണ്ടായിരിക്കും. സോ ഈ കാര്യങ്ങളൊക്കെ മനസ്സിലാക്കുക. എല്ലാവരും അടിപൊളിയായിട്ട് പ്രിപ്പയർ ചെയ്യുക. ഓൾ ദി വെരി ബെസ്റ്റ്.